മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു കട്ട്ലൈറ്റ് ഉണ്ടാക്കാം. എന്തുകൊണ്ടൊക്കെയാണെന്ന് അറിയണ്ടേ? ചിക്കൻ ആദ്യം ഒന്ന് ആവി കയറ്റിയിട്ട് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ടാവും. പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില എല്ലാം പാകത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കുക. കുറച്ച് റവ ഇടുക. റവ ഇടുമ്പോൾ നമുക്കൊരു മുറുക്കം കിട്ടാൻ വേണ്ടിയാണ്. ഈ മറ്റേ ഇങ്ങനെ ഒരു ബലമില്ലാണ്ടിരിക്കൂലേ. നമുക്ക് എന്നിട്ടത് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ പരത്തിയെടുത്ത് ഞാനത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയുള്ള സാധനമാണ് ചിക്കൻ കട്ട്ലൈറ്റ്, അല്ലെങ്കിൽ ചിക്കൻ വട. ചിക്കൻ വട അതല്ലേ നല്ല, ഒന്നും കൂടെ ചിക്കൻ വട. നമുക്കിഷ്ടമുള്ള പേരിടാം. ചിക്കന് കോഴി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കോഴിന്ന് പേരുള്ളൂ. ചത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. അപ്പം നമുക്ക് ചിക്കൻ വടയാക്കാം. ഇതാണ്ടോ ഞാൻ ചിക്കൻ വട ഉണ്ടാക്കി. കണ്ടോ, എൻ്റെ ചാനൽ മറന്നു വേണ്ട, ശോശാമ്മ കിച്ചൺ, അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഇതാ ചിക്കൻ കൊണ്ട് വട ഉണ്ടാക്കി. നമുക്ക് അത് ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ പറയാം. ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക, എന്നിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. പച്ചയ്ക്കാകുമ്പോൾ അത്രയും മൊരിഞ്ഞ് കിട്ടത്തില്ല. നല്ല മുരുമരാന്നുണ്ടാവും ഇത് ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ. എന്നിട്ട് ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് നമുക്ക് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കുക. കണ്ടോ, ഞാൻ കുറച്ച് റവയും ചേർത്തു, ഒരു മുറുക്കം കിട്ടാൻ വേണ്ടി. കണ്ടോ, ഇപ്പം നല്ല മുറുക്കമായി. എന്നിട്ട് അത് പരത്തിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. മല്ലിച്ചപ്പ്, പിന്നെ ഉള്ളി, പച്ചമുളക്, കരിയാപ്പില, കണ്ടോ, എല്ലാം കൂടി ഇങ്ങനെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ ചിക്കൻ വട ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് തിന്നു നോക്കാമല്ലേ. കണ്ടോ, നല്ല മോരാണുണ്ട്. കണ്ടോ, നല്ല രുചിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കണ്ടോ, ചിക്കൻ വട.